പറഞ്ഞാവും 3 കാര്യങ്ങൾ വെറും നോക്കിയിരുന്നാൽ പ്രതിഫലം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ 3 കാര്യങ്ങൾ? അല്ല 3 സംഗതികൾ? 3 കാര്യങ്ങൾ വെറും നോക്കി നിന്നാൽ എന്താവും? പ്രതിഫലം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ 3? പ്രതിഫലം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു പറഞ്ഞിരിക്കുന്നു. ഏതാണ് ആ 3 സംഗതികൾ? പറഞ്ഞോ. 1 3 സംഗതി പറഞ്ഞോ. പിന്നെ 3 പറയാം. 3 1 ഖുർആൻ നോക്കി നിൽക്കൽ. ഓക്കെ. 2 3 പറയണം. അറിയോ? പാസ് അല്ല. 1 2 ശരി. ആര്? അല്ല. അല്ല. പറഞ്ഞോ. അറിയോ? 3-മത്തത് മാതാവിൻ്റെ മുഖം നോക്കി നിൽക്കൽ. ആര്? കാബ നോക്കി നിന്നാൽ. 2-മത് ഖുർആന്. 3-മത്തെ മാതാവിൻ്റെ ഉമ്മാൻ്റെ മുഖം ഇങ്ങനെ നോക്കിയിരുന്നാൽ ഈ പറയുന്ന കൂലി കിട്ടും. 2-മത്തെ ഇപ്പുറത്തെ ഇത് തന്നെ ആയാടാ. നബി സല്ലല്ലാഹു പറഞ്ഞു, ആരെങ്കിലും നിങ്ങൾക്ക് ഒരു നന്മ ചെയ്താൽ എന്ത് പറയണമെന്ന് പറഞ്ഞു. പിന്നെ ചെല്ല്. എന്നിട്ടായിട്ട് അല്ല. എന്ത് പറയണം? ജസാക്കല്ലാഹു ഖൈർ പറയണം. എന്നിട്ടായിട്ട് അത് അതിൻ്റെ അർത്ഥം അല്ല. അത് കേട്ടാൽ എന്ത് പറയണം? ജസാക്കല്ലാഹു ഖൈർ എന്ന് പറഞ്ഞ് ആമീൻ അല്ല. പറഞ്ഞോ. ആർക്കറിയോ? ആമീൻ അല്ല പറയണം. ആർക്കറിയോ? അത് കേട്ട് നിന്നാൽ എന്താക്കണ്ടേ പറയണ്ടേ? വയ്യാക്കുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞെങ്കിൽ മതി. നിങ്ങൾക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. പോതാ. റംലാ മാസത്തിൽ വഫാത്തായ നബി തിരുമേനിയുടെ 2 പുത്രിമാർ ആര്? പറഞ്ഞോ. ഫാത്തിമ ബീവിയും 2-മത്തെ അല്ല. പറഞ്ഞോ. അല്ല. പറഞ്ഞോ. അല്ല. പറഞ്ഞോ. അല്ല. പറഞ്ഞോ. ഫാത്തിമ ബീവിയും റുഖ്യ ബീവിയുമാണ് റംലാ മാസത്തിൽ വഫാത്തായ നബി തിരുമേനിയുടെ 2 പുത്രിമാർ. ശരിയാ?